എല്ലാവർക്കും ഫുഡിനെ പറ്റി അറിഞ്ഞാൽ മതി. നമ്മുടെ ഫാറ്റ് ലോസിനെ സംബന്ധിച്ചിട്ട് ഞാൻ 2-3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്, സപ്ലിമെൻറ്റിൻ്റെ പേരിലും അതേപോലെ തന്നെ നമ്മുടെ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചെയ്തപ്പോൾ അവരെല്ലാവരും എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത്, ഇവിടെ കസിൻസും ഫ്രണ്ട്സൊക്കെ ചോദിച്ചു ആ സപ്ലിമെൻറ്റും വർക്കൗട്ടൊക്കെ അവിടെ കട്ടെ, ഫുഡിൻ്റെ കാര്യം എന്താണെന്നാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഫുഡും അതിൻ്റെ ഒപ്പം തന്നെ സപ്ലിമെൻറ്റും അതേപോലെ തന്നെ നമ്മുടെ വർക്കൗട്ടും കൂടെ ഒരേ ലെവലിലായി കഴിഞ്ഞാലുള്ളൂ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടുള്ളൂ. മറ്റേ നമ്മളിങ്ങനെ ചെയ്യാന്നല്ലാതെ പെട്ടെന്ന് റിസൾട്ട് വന്നോളണമെന്നില്ല. അപ്പോൾ സ്ലോ പ്രോസസ്സിങ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിലും ഓക്കെ, കുഴപ്പമില്ല, സപ്ലിമെൻ്റ് ഒന്നും എടുക്കണ്ട. പക്ഷെ വർക്കൗട്ട് മസ്റ്റാണ്. നമ്മുടെ കലോറി നമ്മൾ ബേൺ ചെയ്യാതെ നമുക്ക് എന്തായാലും നമുക്ക് ഫാറ്റ് ലോസിൻ്റെ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പം തന്നെ നമുക്ക് കണ്ടില്ലേ നല്ല റിസൾട്ട് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ ഫുഡ് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമ്മുടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഓട്സ് കഴിക്കും. ഓട്സും ഒരു 6 എഗ്ഗാണ്. 6 എഗ്ഗിൽ 5 എഗ്ഗിൻ്റെ വൈറ്റും ബാക്കിയുള്ള ഒരു എഗ്ഗിൻ്റെ ഫുള്ളായിട്ടാണ് കഴിക്കുന്നത്. അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ലഞ്ചിൽ വരുമ്പോൾ കുറച്ച് റൈസും ഒന്നുമില്ലെങ്കിൽ ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു വെജിറ്റബിൾ സാലഡ് കഴിക്കുന്നുണ്ട്. വെജിറ്റബിൾ സാലഡ് അതിൽ നമുക്ക് കുക്കുംബർ, ക്യാബേജ്, ക്യാരറ്റ്, കുറച്ച് ലെമണ് അങ്ങനെയൊക്കെ കുറച്ച് മിക്സ് ചെയ്യും. പിന്നെ കുറച്ച് പൈനാപ്പിൾ അതിലോട്ട് മിക്സ് ചെയ്തിടുന്നുണ്ട്. അതാണ് നമ്മുടെ വെജിറ്റബിൾ സാലഡിൽ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്കൗട്ട് പോകുന്നതിൻ്റെ മുന്നേ പ്രീ വർക്കൗട്ടായിട്ട് ചിക്കനും സ്വീറ്റ് പൊട്ടാറ്റോയും കഴിക്കുന്നുണ്ട്. പ്രീ വർക്കൗട്ട് മീലായിട്ട് ഒരു അനാറും കഴിക്കും അതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എനർജിയും കാര്യങ്ങളും ഒക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വർക്കൗട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ഡിന്നർ വരുന്നത് വെറും വെജിറ്റബിൾ സാലഡും ചിക്കനാണ്. അത് മാത്രമേ നമുക്ക് ഡിന്നറിൽ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ഒരു 3 വീക്ക് ആയിട്ടില്ല, 2 വീക്ക് ആയിട്ടുണ്ട്. 2 വീക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സാധനമൊക്കെ നല്ല കട്ടായിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഫുഡ് നമുക്ക് ഭയങ്കര ടഫാണ് സംഭവം. എനർജി ഒന്നും ഉണ്ടാവില്ല വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. അതിനാണ് നമ്മൾ മറ്റേ ആ സപ്ലിമെൻറ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ആബ്സിൻ്റെ ലെവലൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ നമുക്ക് ചേഞ്ചായി വരുന്നുള്ളൂ. പക്ഷെ പൊന്തി നിന്നിരുന്ന സാധനമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ബോഡിയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ.